ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഒരു കുറ്റിമുളകിൻ്റെ കഥയാണ്. ഇതൊരു കഥയല്ല, ഇതൊരു ജീവിത മാർഗം കൂടി ആക്കിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഇത്ര ചെറിയ തൈയിൽ തന്നെ ഇതുപോലെ കായ്കളുണ്ടായി. ഇതിനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഉപ്പനോട് തന്നെ ചോദിക്കാം. ഉപ്പ ഇത് വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. ഇതുപോലെ കുറേ തൈകൾ നിലവിലുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ എങ്ങനെ ഇത് ചെയ്തത്? നേരെ പോകില്ലേ, നേരെ പോകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടും. ഇതിങ്ങനെ തീരണേണ്ടതേ. ഇതിപ്പോൾ ഇതുമ്പോൾ നല്ല നിങ്ങൾ എടുത്തത് ഇതിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ തൈ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ കരിമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ വലുതായിട്ട് പോകും. അപ്പോൾ ചെറുതാക്കി തന്നെ നിർമ്മിക്കുക. അതാണ് നമ്മളെ കുറ്റിമുളക്. ഇതിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾ കട്ട് ചെയ്തെടുത്തത്? ഇങ്ങോട്ട് നേരെ ഇവിടുന്ന് പൊട്ടിയില്ലേ ഈ കണ്ണി, കണ്ടല്ലേ? ഇത് ഇവിടെ ഒരു ലേശം താഴോട്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്ത് എണ്ണ ഒഴിച്ച് വേറെ ഒന്നുമില്ല. പക്ഷെ ഇത് വർഷകാലത്ത് ആണെങ്കിൽ പെട്ടെന്ന് നോക്കും. വേനലാകുമ്പോൾ എന്താ ചിലപ്പോൾ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ചെറിയ തൊലി നോക്കിയിട്ട് കുറച്ച് മണ്ണോ മിക്സ് ആക്കിയിട്ട് പൊന്നി വെച്ചാൽ ഒരുപാട് വേര് പൊട്ടും. 2-3 മാസം വേര് പൊട്ടിയിട്ട് നമ്മൾ മാറ്റി. അപ്പോൾ നിങ്ങൾ കുഴിച്ചിടുമ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, വേറെ പ്രത്യേകിച്ചും അല്ല. മണ്ണ് സാധാ മണ്ണിൽ തന്നെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ വളം എന്തെങ്കിലും ഉണ്ടോ? വളം വേണ്ടിട്ട് എടുത്താൽ മതിയല്ലോ. കൃഷി എന്നുള്ളത് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് ഒരു വരുമാന മാർഗമാക്കിയെടുക്കാം. മാത്രമല്ല വീടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ ഒക്കെ ഇതുപോലെ നിർമ്മിച്ച് ഭംഗിയുള്ള ഒരു മുറ്റമോ ഒരു ചുറ്റുപാടോ എല്ലാം തന്നെ നിർമ്മിച്ചെടുക്കാനും പറ്റും. ഇതിൽ നമുക്ക് കണ്ടില്ലേ, ഇതുപോലെ കായ്കളാക്കിയെടുക്കാം ഇത്ര ചെറിയ തൈകളിൽ തന്നെ. ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും നിർമ്മിച്ചെടുക്കട്ടെ. വീണ്ടും കാണാം മറ്റു നല്ലൊരു വീഡിയോയുമായി.